കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞ് നട തുറന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വരൂ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ ആ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് കളഭം കൊണ്ട് അവതാരത്തിൽ ഇരിക്കുന്നത് ഭക്തരെ കാണാനായിട്ട്, ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് എന്ന് നോക്കാൻ വേണ്ടി നമുക്കും പോവാം. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ചൊവ്വാഴ്ച വളരെ തിരക്ക് കുറഞ്ഞ ദിവസമാണ്, ഞാൻ മുൻപൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ചൊവ്വാഴ്ച രാവിലെ കുറച്ച് തിരക്ക് കുറവായിരുന്നു, അതിനുശേഷം തിരക്ക് കൂടി. അതുമാത്രമല്ല, ഇന്നിപ്പോൾ ഏകദേശം ഒരു 5-5:30 ഉഷപൂജയൊക്കെ കഴിഞ്ഞ് നട തുറന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പുണ്യാഹായി ഒരു കുട്ടി ഛർദ്ദിച്ചു. അപ്പോൾ പുണ്യാഹായി വീണ്ടും വിഗ്രഹത്തിലുള്ള അണിഞ്ഞ ആ ബാലഗോപാല സ്വരൂപത്തിൻ്റെ അതൊക്കെ മാറ്റി എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് എടുക്കണേ, എന്നെങ്കിലല്ലേ. പുണ്യാഹായി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ പഴയതായി, അപ്പോൾ അതൊന്നും പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഉഷപൂജയുടെ മുന്നേ, ആ ഗണപതി ഹോമത്തിൻ്റെ മുൻപ് ആ കംപ്ലീറ്റ് സാധനങ്ങളും ഭഗവാന് നേദിച്ചതും ഒക്കെ എല്ലാം മാറ്റി പുതിയതായത് വീണ്ടും ഉണ്ടാക്കിയിട്ടാണ് ഇന്നിപ്പോൾ അഭിഷേകം കാര്യങ്ങളൊക്കെ നടന്ന്. രാവിലത്തെ നിർമ്മാല്യ ദർശനവും മറ്റ് കാര്യങ്ങളൊക്കെ മുറ പോലെ നടന്നു. പക്ഷേ ഒരു 5 മണിയോടെ 5-5:15 കൂടിയാണ് പുണ്യാഹായത്. അപ്പോൾ എന്തായാലും ചൊവ്വാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്യാവശ്യം തിരക്കായി എന്നാണ് പറഞ്ഞത്. നമുക്കെന്തായാലും ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയി ഗണപതിയെ കണ്ട് തൊഴുത് വരാം. അങ്ങനെ വരുമ്പോൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോവുകയാണ്. ഗോപുരവാതിലിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ കുറച്ച് ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ക്ഷമിക്കുക എല്ലാവരും. അങ്ങനെ നമ്മൾ വാതിൽപ്പടി കടന്ന് അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ ശ്രീകോവിലിൻ്റെ ആ പ്രകാശം ഇങ്ങനെ വരികയാണ്. വളരെ മനോഹരമായിട്ടുള്ള പ്രകാശം നമ്മളിലേക്ക് എത്തുക. ശരിക്കും പറഞ്ഞാൽ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആ പ്രകാശം. പക്ഷേ വളരെ വ്യക്തമായിട്ടൊന്നും കണ്ടില്ലെങ്കിലും ആ പ്രകാശധാര നമുക്ക് നമ്മളിലേക്ക് എത്തും. പക്ഷേ ഭഗവാന്റെ ആ ശ്രീലകത്തിൻ്റെ അടുത്ത് നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഗുരുവായൂരപ്പൻ നമ്മളിലേക്ക് എത്തി എന്നുള്ള ഒരു തോന്നലുണ്ടാവുകയെ. അങ്ങനെ ഇടതുവശത്തേക്കുള്ള വാതിൽപ്പടി അത് കഴിഞ്ഞിട്ട് ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. വലതുവശത്തേക്ക് നോക്കിയിട്ട് ആ നരസിംഹാവതാര രൂപം ഒന്ന് നോക്കിക്കാണുക. കിടക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ വാതിൽപ്പടി ഇങ്ങോട്ട് കടന്ന ഉടനെയാണ് പലരും വീണ്ടും ചോദിക്കുന്നുണ്ട്, എവിടെ ഏത് ഭാഗത്താണ്, അത്ര ഞങ്ങൾ നോക്കി കാണാനില്ലല്ലോ എന്ന്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് അത്രയും ശ്രദ്ധിച്ചിട്ട് തന്നെ നോക്കണം. കാരണം തിരക്കിൽ ആ വാതിൽപ്പടി ഇങ്ങോട്ട് കയറുമ്പോൾ നേരെ തള്ളി ഇങ്ങോട്ട് വരികയല്ലേ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇടതും വലതുമൊക്കെ നോക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാവും. കാരണം നേരെ നമ്മൾ കാണുക ആ ശ്രീലകത്തേക്കാണ് നമ്മളെ നോട്ടം വരിക. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചാൽ ആ പീഠം കാണാം. അപ്പോൾ ഒന്ന് നോക്കി തൊഴാം. അങ്ങനെ നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കിയിട്ട് വരുമ്പോൾ കാൽപാദങ്ങൾ കാണാനുണ്ട്, കാൽവളകൾ അണിഞ്ഞിട്ടുണ്ട്. അതിന് മേലെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചുവന്ന പട്ടിങ്ങനെ നല്ല ഞൊറിഞ്ഞെടുത്തിട്ട് ഗോപന്മാരെടുക്കണ പോലത്തെയാണ് ഞൊറിഞ്ഞെടുത്ത് നല്ല രസമായിട്ടുള്ള ആ കസവൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ മഞ്ഞ കളഭത്തിൽ ചുവന്ന പട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ അതൊരു പ്രത്യേക ഇടുപ്പാണല്ലോ. അതും പ്രകാശത്തിലിങ്ങനെ കാണുമ്പോൾ എന്താ ഒരു ഇടുപ്പ് എന്നറിയാം. അങ്ങനെ നോക്കിയിട്ട് അരയിലെ കിങ്ങിണി കാണാണ്ട്, അരമണി കിങ്ങിണി. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു പൂണോലൊക്കെ ഇങ്ങനെ ഇട്ട മാതിരി കാണാനുണ്ട്. അത് കഴിഞ്ഞ് നോക്കി വരുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ഇന്ന് കലപ്പുണ്ട്. ഒരു കയ്യിൽ കലപ്പയും മറു കയ്യിൽ വലിയൊരു ഗത കളഭം കൊണ്ടാണ് ചാർത്തിയിരുന്നത്. വലിയൊരു കലപ്പയുണ്ട് ചുവടിലിങ്ങനെ വെച്ചിട്ട്. ഇന്ന് ബലരാമസ്വാമി ആയിട്ടാട്ടോ നമ്മുടെ പൊന്നുണ്ണി നിൽക്കണതേ. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ഒരു ഭാവം ഇങ്ങനെ കാണാനുണ്ട്. ബലരാമസ്വാമിയുടെ ആ ഗംഭീരമൊന്നും അത്രയ്ക്കായിട്ടില്ല. പക്ഷേ മൂപ്പരെന്താ ഇപ്പോൾ
ചെറിയൊരു ഉണ്ണിയല്ല, ഞാൻ വലിയ ആയിരുന്നു, വലിയ ഏട്ടൻ്റെ ആ ഒരു സ്ഥാനത്താണ് ഞാൻ എന്നുള്ള ഒരു ഭാവത്തിലാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ശ്രീലകത്ത് കാണുന്ന. ദശാവതാരങ്ങളിലെ ബലരാമസ്വാമി ആയിട്ടാണ് ശ്രീലകത്ത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കുന്നത്. കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്, അതുപോലെ കഴുത്തിലൊരു മാങ്ങാമാലയുണ്ട്, ഒരു പതക്കം പോലത്തെ മാലയുണ്ട്, പിന്നെ തിരുമുടിമാല ഉണ്ട്, 2 തിരുമുടിമാലകളുണ്ട്. വെളുത്ത പൂവും തുളസിയായിട്ടുള്ള ഒരെണ്ണം, തെച്ചിയും തുളസിയായിട്ടുള്ള ഒരെണ്ണം. അതുപോലെ താഴത്ത് നല്ല വലിയ മാറത്ത വലിയ ഉണ്ടമാലകളാണ്. ആ വെളുത്ത പൂവിന് തന്നെയാണ് പ്രാധാന്യം, പിന്നെ തുളസിക്കും. അപ്പോൾ അതും കണ്ടിങ്ങനെ വരുമ്പോൾ ആ കലപ്പയൊക്കെ കാണാൻ എന്താ രസമെന്നറിയാം. നല്ലൊരു ഗോപീതിലകം തൊട്ടിട്ടുണ്ട്. അതേപോലെ അപ്പുറത്തും ഇപ്പുറത്തും 2 ഗോപീതിലകങ്ങൾ വെച്ചിട്ടുണ്ട്. ഗോപീതിലകങ്ങളെ കൊണ്ട് അങ്ങോട്ട് ഇന്ന് സ്വർണം കൊണ്ടാണ് ആകെ മൊത്തം സ്വർണ്ണമയെന്ന് പറഞ്ഞ മാതിരിയാണ്. നല്ല കാഴ്ചയാണ് കേട്ടോ. എല്ലാവരും കണ്ടോളൂ. ആ ബലരാമസ്വാമിയുടെ അനുഗ്രഹം വാങ്ങിക്കോളൂ. എല്ലാവരും നേരെ നോക്കിയിട്ട് ആ അനുഗ്രഹം നേടാനായിട്ട് ശ്രമിക്കുക. അതേപോലെ മുകളിൽ വിധാനമായിട്ട് തിരുമുടിമാലയുടെ മുകളിൽ 4 മാലകൾ കാണാണ്ട്. ഒരെണ്ണം നല്ല താമര, ചുവന്ന താമര കൊണ്ടുള്ള ആ മാല. പിന്നെ ഒരെണ്ണം 3 തെച്ചിയും വെളുത്ത പൂവൊക്കെ ആയിട്ടുള്ള തുളസിയൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ആ മാലകളാണ്. അപ്പോൾ ശ്രീലകത്ത് നിന്ന് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് ബലരാമസ്വാമിയാണ്, നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. അപ്പോൾ നമ്മളിപ്പോൾ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക്, ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണ് എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് തൊഴുതോളൂ. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങുകയാണ്. തൊഴുതിറങ്ങുമ്പോൾ ആദ്യം തന്നെ അഗ്നികോണിലേക്കൊന്ന് നോക്കിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നെ തിടപ്പള്ളിയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. വീണ്ടും നമ്മൾ ശ്രീകോവിലിൻ്റെ ആ ചുമരിൻ്റെ മുകളിലേക്ക് നോക്കുക. അപ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ആലിൻ്റെ കണ്ണനായിട്ട് കാണാം. ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് സപ്തമാതാക്കളെ കണ്ട് തൊഴുക. പിന്നെ നേരെ ഗണപതിയുടെ അവിടെ വരിക. ഗണപതിയുടെ അവിടെയൊക്കെ അത്യാവശ്യം തിരക്ക്, എന്നാൽ വലിയ തിരക്ക് എന്ന് പറയാനില്ല, എന്നാലും ചൊവ്വാഴ്ചകളിൽ വെച്ചിട്ട് ഏറ്റവും തിരക്കുള്ള ദിവസം എന്ന് പറയാം. അങ്ങനത്തെ ദിവസമാണ്. അപ്പോൾ ഗണപതിനെ വന്ന് കണ്ട് തൊഴുതോളൂ എല്ലാവരും. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് നേരെ പുറകിലേക്ക് നോക്കിയാൽ സരസ്വതി ദേവി കാണാം. സരസ്വതി അറിയൽ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സരസ്വതി ദേവീനെ കണ്ട് തൊഴുത് നേരെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണപതിയെ കണ്ട് തൊഴാം, തൊട്ട് തലോടാം. കാരണം നമുക്ക് തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്ന വിഗ്രഹങ്ങളാണ് പുറത്തുള്ളതൊക്കെ. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ കാണാം. പിന്നെ മേൽശാന്തിയുടെ അവിടെ മേൽശാന്തി തന്നെ ഇരിക്കുന്നു. അവിടെ നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടാകേണ്ടത് മേൽശാന്തി തന്നെയാണ്. മേൽശാന്തി കപ്ര മാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ ബാക്കിയുള്ള വിഗ്രഹങ്ങൾ, വാമന രൂപം കാണാം, ഗജേന്ദ്രമോക്ഷം കാണാം. പിന്നീട് മഹാവിഷ്ണു, ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ വരുന്നത് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അവിടെ ധാരാളം താമരമാലകളും തുളസിമാലകളൊക്കെ ഉണ്ട്. ഒക്കെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വരിക. സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ വീണ്ടും വരുമ്പോൾ അവിടെ നിന്ന് കാണാം ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും അങ്ങനെ ദശാവതാരത്തിലെ വിഗ്രഹങ്ങളൊക്കെ കണ്ട് കണ്ണനെ വീണ്ടും കാണാം. പിന്നെ മുരുകൻ്റെ അവിടെ വന്ന് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഇവിടെ നിന്ന് നല്ല വെറ്റിലമാലയുണ്ട്, ഒരു നാരങ്ങമാലയുണ്ട്, കുങ്കുമമൊക്കെ ഉണ്ട്. ഇന്ന് ധാരാളം അലങ്കാരത്തോടെയാണ്. എല്ലാവരും ഹനുമാൻ സ്വാമിയെ കണ്ടു പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞവാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി.
ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് നമ്മളെ രാധാകൃഷ്ണ വിഗ്രഹം കണ്ട് തൊഴുത് നേരെ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ ഓവിൻ്റെ അവിടുന്ന് കുറച്ച് പടിഞ്ഞാറ്റ് നീങ്ങിയാൽ ആ ചുമരമ്മിൽ കാണുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അപ്പോൾ സ്ഥാനചലനം വന്ന ആ താമരക്കണ്ണൻ അവിടെയാണ്. അതിനുശേഷം കിഴക്ക് വശത്തേക്ക് വരുമ്പോൾ ആ ഗ്രില്ല് കാണാം. ഗ്രില്ലിനപ്പുറത്ത് മണിക്കിണറും അതുപോലെ നൃത്താറിയൊക്കെ കണ്ട് തൊഴുത് നേരെ വരുമ്പോൾ കുറൂരമ്മേനി ആ കൃഷ്ണാട്ട വിഗ്രഹവും അതേപോലെ നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ പോരാം. വടക്കേ നടയിലൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. തീർത്ഥമൊക്കെ തൊട്ട് അങ്ങനെ ഇടത്തരികത്ത് കാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരികയാണ്. ആ ഭഗവതി നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഭഗവതിയെ കാണാൻ പോകണമല്ലോ. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് വരുന്ന നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ചുവന്ന പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത് പുറകുവശത്തായിട്ട് നീല കളറിലിങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല 2 മാങ്ങാമാല അതേപോലെ കാശിമാല പോലത്തെ മാലയൊക്കെ ചാർത്തി സ്വർണത്തിൻ്റെ ഭഗവതി നമ്മളെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. പിന്നീട് നമ്മളിങ്ങനെ പോരുമ്പോൾ വടക്കേ ഭാഗത്ത് എത്തിയിട്ടൊന്ന് വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് നോക്കിയാൽ മമ്മിയൂരപ്പനെ കാണാം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ മമ്മിയൂർ പോയി ദർശനം ലഭിച്ച ആ ഒരു പ്രതീതി നമ്മൾക്കുണ്ടാവും. മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അവിടുന്ന് നമ്മൾ നേരെ തുലാഭാരത്തിൻ്റെ അധീനയ്ക്ക് ഇങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് നമ്മൾ വീണ്ടും ശ്രീലകത്തേക്ക് നോക്കുക. അപ്പോൾ ആ ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ആ ബലരാമസ്വാമിയായിട്ട് കാണുന്ന ആ കാഴ്ച ഒന്നുകൂടി കാണാം. അവിടുന്ന് ഒന്ന് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് നോക്കാം. അവിടുന്ന് ഒന്ന് തൊഴാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. ആ ഭൂതനാഥനെ കണ്ടു വണങ്ങി പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിലേക്ക് നോക്കിയാൽ ദീപസ്തംഭത്തിൻ്റെ മുകളിലായി വേണുഗോപാലിനെ കാണാം. വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നീട് ഒന്ന് പിറകിലേട്ട് ഇറങ്ങി നിന്ന് നോക്കിയിട്ട് കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആ ഗരുഡധ്വജനെ കാണാം. കണ്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഉച്ചപൂജയും കളഭാലങ്കാരും കണ്ടു തൊഴുതു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ.